ആ ചെറിയ മക്കൾ കളിക്കുന്ന കണ്ടില്ലേ? ഇന്നത്തെ പുതിയ തലമുറയിലെ മക്കൾക്ക് എന്തിനും മൊബൈൽ ഫോണും ടാബും ടി വിയും മതി എന്ന രൂപത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ഇങ്ങനെ പഴയ കാലത്തൊക്കെ നമ്മളൊക്കെ ചെറുതാകുന്ന സമയത്ത് രക്ഷിതാക്കൾ കുട്ടികളെ കളിക്കാൻ വിടാത്ത സാഹചര്യമായിരുന്നു. എന്നാൽ ഇന്ന് കുട്ടികളെ പുറത്തേക്ക് പറഞ്ഞയച്ചാലും അവർ പോരൂല, പുറത്തിറങ്ങൂല എന്ന കണ്ടീഷനിലേക്ക് കുട്ടികൾ മാറിയിരിക്കുക. നമ്മൾ ചിന്തിക്കേണ്ടത് കുട്ടികളെ ഈ രൂപത്തിൽ മണ്ണിലും പാടത്തും വയലിലൊക്കെ കളിക്കാൻ അനുവദിക്കുകയും അതുപോലെ തന്നെ പുഴയിലും അതുപോലെ തോട്ടിലൊക്കെ നീന്താൻ അനുവദിക്കുകയും അങ്ങനെ അവരുടെ ശരീരം ഇളകുന്ന അനങ്ങുന്ന പ്രവർത്തനങ്ങൾ അതവരുടെ ശരീരത്തെ മാത്രമല്ല അനക്കുന്നത്, അവരുടെ കോൺസെൻട്രേറ്റിംഗ് പവറും അതുപോലെ തന്നെ കായികക്ഷമതയും ബുദ്ധിവർദ്ധനവും ഒക്കെ എല്ലാ നിലക്കും എല്ലാത്തിനും സഹായിക്കുന്ന ഘടകങ്ങളാണ് ഈ കളികൾ എന്നൊക്കെ പറയുന്നത്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചല്ലോ, നിങ്ങൾ കുട്ടികളെ നീന്തലും അല്ലിമു ഔലാദക്കും സിബാഹത വരിമായ, നിങ്ങൾ കുട്ടികൾക്ക് നീന്തലും അതുപോലെ തന്നെ അമ്പെയ്ത്തും പഠിപ്പിക്കണം. ഈ നീന്തൽ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ശരീരത്തെ ഈ ബോഡി മൊത്തത്തിൽ ചലിക്കുന്ന ഒരു എക്സസൈസാണ് നീന്തൽ എന്ന് പറയുന്നത്. നീന്തുന്ന ആളുകൾക്കറിയാം, നല്ല നിലക്ക് ബോഡി എൻഗേജ്ഡ് ആകുന്ന, ശരീരത്തിലെ എല്ലാ മസിൽസും എൻഗേജ്ഡ് ആകുന്ന ഒരു പ്രവർത്തനമാണ്. അതുപോലെ തന്നെ അമ്പെയ്ത്ത് എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യൻ്റെയും കോൺസെൻട്രേറ്റിംഗ് പവറിനെ വർദ്ധിപ്പിക്കുകയും ഒരു കൃത്യമായ ലക്ഷ്യസ്ഥാനം കാണുകയും ആ ലക്ഷ്യസ്ഥാനത്തേക്ക് ഈ അമ്പിനെ എത്തിക്കുകയും അതിലൂടെ ജീവിതത്തിലെ ലക്ഷ്യങ്ങളിലേക്ക് എങ്ങനെയാണ് നമുക്ക് കൃത്യമായി എത്തിച്ചേരാൻ പറ്റുക എന്ന വലിയൊരു പാഠം കുട്ടികൾക്ക് പഠിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഈ രണ്ട് കാര്യത്തെയും പ്രത്യേകം കുട്ടികൾക്ക് പഠിപ്പിക്കണം എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാനുള്ള കാരണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഷാമിലെ ആളുകൾക്ക് എഴുതിയ കത്തിൽ ഇതേ വിഷയം കാണാൻ കഴിയും. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിന്റെ വിശദീകരണം എന്നോണം അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട്, അവിടുത്തെ ഷാമിലെ ആളുകൾക്ക് എഴുതുന്നുണ്ട്, അൻ അല്ലിമു ഔലാദക്കും അസ്സിബാഹത വറമ്യ വൽഫുറൂസിയ, അതിൽ കുതിര സവാരി കൂടെ പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും. അഥവാ നീന്തലും അമ്പെയ്ത്തും കുതിര സവാരിയും പഠിപ്പിക്കണം. ഇതൊക്കെ ശരീരത്തിന്റെ വ്യായാമത്തിന് നല്ലതാണ്. അപ്പോൾ നമ്മുടെ കുട്ടികളെ ഈ മൊബൈൽ ഫോണിനും ടാബിനും മറ്റുള്ള സോഷ്യൽ മീഡിയക്കും അഡിക്റ്റാക്കി വീട്ടിൽ പിടിച്ചു നിർത്താതെ ഈ രൂപത്തിൽ പാടത്തേക്കും പറമ്പിലേക്കൊക്കെ ഇറക്കി കളിയോടും കൃഷിയോടും പ്രകൃതിയോടൊക്കെ ഇടപെട്ടുകൊണ്ട് ജീവിക്കുന്ന രൂപത്തിലേക്ക് നമ്മൾ മാറ്റാൻ വേണ്ടി ശ്രമിക്കണം. അല്ല എങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ക്യാപിറ്റൽ മൂലധനം എന്ന് പറയുന്ന ഈ യുവതലമുറ അവരാരോഗ്യമില്ലാത്ത ജനതയായി മാറിപ്പോകും. അത് ശ്രദ്ധിക്കേണ്ടത് രക്ഷിതാക്കളാകുന്ന പേരൻസ് ആകുന്ന ഞാനും നിങ്ങളും അടങ്ങുന്ന രക്ഷിതാക്കൾ എന്ന് പറയുന്ന വിഭാഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെയൊക്കെ ദീനിനും സമൂഹത്തിനും ഉപകാരമുള്ളവരാക്കി വളർത്തി തരുമാറാവട്ടെ.